ഇത് ഡിഫൻഡർ അല്ലേ? ഡിഫൻഡർ. ഇത് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്തയിൽ ഈ വണ്ടിയാണ് കേട്ടോ. ആ വണ്ടിയാണോ? ആ വണ്ടി സെയിം വണ്ടിയാണ്. അയ്യോ ശരിയാ, നീല. അതെ 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 അതെ. ഓ മൈ ഗോഡ്. ഇത് 1960s ഉള്ള വണ്ടിയാണ്. ഇത് റയർ പീസ് അല്ലേ? റയർ ആണ് വണ്ടി കുറവാണ്. ഇന്ത്യയിൽ തന്നെ ചുരുക്കം വണ്ടികളേ ഉള്ളൂ. ഇത് നമ്മൾ റീസെന്റ് നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ഈ സാധനം സനീഷനോട് പൊന്നും വില തരാമെന്ന് പലരും പറഞ്ഞിട്ട് സനീഷേട്ടൻ ഞാൻ കൊടുത്തിട്ടില്ല. അതെ അതെ. നമ്മുടെ അറിവ് രണ്ടെണ്ണം ഉള്ളതാണ്. ഇനി അത് കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഞാനിങ്ങനെ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് സനീഷേട്ടന്റെ ഗ്യാരേജിലോട്ട് പോവാണ്. ഇപ്പം ഹൈലാൻഡർ ഗ്യാരേജ് ചേർത്തല. പുള്ളിക്ക് ഒരുപാട് കളക്ഷൻ, അതായത് വിന്റേജ്, ക്ലാസിക്, ലക്ഷറി വണ്ടികൾ, അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് പുള്ളിക്ക്. അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കൂടെ ഒന്ന് കാണാൻ വേണ്ടി സനീഷേട്ടനെ ഞാൻ വിളിച്ചു. സനീഷേട്ടൻ പറഞ്ഞു ചോദിച്ചു എപ്പോഴാണെങ്കിലും വാ, ഒരു കുഴപ്പമില്ല. പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഒരു വെറും പാമ്പ് പിടിച്ചൊരു മനുഷ്യനാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോവാണ്. റയർ പീസ് ഒരുപാടുണ്ട് അവിടെ. നിങ്ങൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം. അപ്പം ഓക്കെ, ഇവിടെ വരുമ്പോ തന്നെ ഒരു പ്രത്യേക വൈബാ കേട്ടോ. എന്ത് രസം നോക്കി, അടിപൊളി. ഒരു നാൾ ഞാനും ഇതുപോലൊക്കെ ഞാനും നോക്കാം. നമുക്കിതാ അവിടെ ഉണ്ട് കേട്ടോ. ഇത്രയും കളക്ഷൻ അല്ല പുള്ളിക്കുള്ളത്, വേറെ ഒരുപാടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് ഇട്ടേക്കുവാണ്. എന്റെ മോനെ, എന്നാ സാധനം ഇവിടെ കിടക്കുന്നേ. കിടിലം പെട്രോൾ. എന്ത് ക്ലീനായിട്ടാ പണിഞ്ഞിട്ടേക്കുന്നത് നോക്കിയേ. ഇതൊക്കെ എത്ര വില കൊടുത്താലും വില മതിക്കാൻ പറ്റാത്ത സാധനം കേട്ടോ. സൂപ്പർ സഫാരി നിസാൻ പെട്രോൾ. അവിടെ എൻ്റെ മോനെ, ഇന്ത്യയിലൊക്കെ എന്നാ ക്ലീനാ നോക്കിയടാ. അടിപൊളി. സനീഷേട്ടൻ വേറെ റേഞ്ചാ കേട്ടാ. ഒരു രക്ഷയില്ല. എനിക്കൊന്ന് പുതിയ പെയിന്റാന്ന് തോന്നുന്നു കേട്ടോ. സീൻ. ഇത് ഉള്ളവരൊന്നും കൊടുക്കത്തില്ല, അതാ ഈ വിഷയം. നോക്കി എന്ത് ക്ലീനായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. കൊതിയാവുന്നടാ കണ്ടിട്ട്. എൻ്റെ മോനെ, അടിപൊളി. പക്ക ക്ലീൻ. ഓവറായിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. നോക്കിയേ, ആ പെയിന്റ് തന്നെ കണ്ട. ഹെഡ് ലാമ്പൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് അല്ലേ. നൈസായിട്ടുണ്ടല്ലേ. സ്നോർക്കലൊക്കെ വെച്ച് സെറ്റ് സാധനം. ആരാണ്ടൊക്കെ ഭയങ്കര വില പറഞ്ഞിട്ടും പുള്ളി കൊടുത്തിട്ടില്ല. ഭയങ്കര വിലയൊക്കെ ഇതിന് പറഞ്ഞു പുള്ളി. ഭയങ്കര വണ്ടിപ്രാന്തനാ സനീഷേട്ടൻ കേട്ടോ. ഏകദേശം ഒരു 100 വണ്ടിക്ക് മേളിലുണ്ട് എല്ലാം കൂടെ. ഇവിടെ കിടക്കുന്നതും അതും എല്ലാം കൂടെ പുള്ളിക്ക് നല്ല കളക്ഷൻ ഉണ്ട് പുള്ളിക്ക്. പുള്ളിയുടെ ഗ്യാരേജിൽ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നൊരു ഫീലാണ്. ഈ വിൻറ്റേജ് ക്ലാസിക് വണ്ടികളെന്നൊക്കെ പറയുന്നൊരു ഫീലാണ്. ഇതൊക്കെ എത്ര ലക്ഷറി വണ്ടി കൊണ്ട് കിടന്നാലും ഈ ഒരു സാധനമൊക്കെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ നോട്ടം അല്ലെങ്കിൽ റോഡ് പ്രസൻസ് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കറിയാം, നമ്മുടെ കയ്യിലും വിൻറ്റേജ് കാറുകളുണ്ട്, പിന്നെ ക്ലാസിക് വണ്ടിയുണ്ട്. ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന മിക്ക വണ്ടിയും നമ്മുടെ കയ്യിലുണ്ട്. ആ ഒപ്പലൊക്കെ ആണെങ്കിലും റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ നോട്ടം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്യൂരിയോസിറ്റിയാണ്, ഇത് ഏത് വണ്ടിയാണെന്നൊക്കെ ഉള്ളത്. ഇത് സീനാടാ, എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മളിന്നുള്ളത് സനീഷേട്ടൻ്റെ ഹൈലാൻഡർ ഗ്യാരേജ്. പുള്ളിയുടെ വീടാണ്, ഗ്യാരേജ് അപ്പുറത്താണ്. ഇവിടെ കുറേ റെയർ കളക്ഷൻ. നമ്മുടെ സനീഷേട്ടന് എന്നോട് പറഞ്ഞു ജോജി പുതിയ വണ്ടികൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്.
പുള്ളിക്ക് ഏകദേശം ഒരു 100 വണ്ടിക്ക് മേളിൽ അവിടെ ഇവിടെ ആയിട്ട് എല്ലാം കിടപ്പുണ്ട്. പക്കാ റെയർ കളക്ഷനാണ് പുള്ളിയുടെ കയ്യിലുള്ള മിക്ക വണ്ടികളും. പുള്ളി ഫിലിം ഇൻഡസ്ട്രി, അതെ ഫിലിമിൽ കൊടുക്കുന്നുണ്ട്. ഫിലിമിൽ വണ്ടി കൊടുക്കുന്നുണ്ട്, പിന്നെ വെഡിങ്ങിനും, അതെ വെഡിങ് ഫോട്ടോഷൂട്ടിനും, ഓട്ടോ ഷോയ്ക്കും ഒക്കെ ഇതിനെല്ലാം നമ്മൾ വണ്ടി കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. സനീഷേട്ടനെ അറിയാത്തവരായിട്ട് ആരുമില്ല, എല്ലാം മിക്ക വണ്ടി ഭ്രാന്തന്മാർക്ക് സനീഷേട്ടനെ അറിയാം. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം സനീഷേട്ടൻ ഇവിടെ വന്ന് ഈ ഒരു ആംബിയൻസ് ഈ വീട്ടിലോട്ട് കയറുമ്പോഴേ, ഒരു വണ്ടി ഭ്രാന്തൻ എന്ന നിലയിൽ ഈ വീട്ടിലോട്ട് കയറുമ്പോഴേ എനിക്കൊരു പോസിറ്റീവ് ഒരു വൈബാണ് ഇങ്ങോട്ട് കയറുമ്പോഴേ. കാരണം ഞാൻ നിങ്ങളെ കാണിക്കാം, ഞാൻ കയറി വരുമ്പോഴുള്ള ആ ഒരു വൈബ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ സനീഷേട്ടാ ഒരുപാട് സന്തോഷം, ഇത്രയും റെയർ പീസുകൾ ഒന്നിച്ച് നമുക്ക് കാണാൻ പറ്റിയതിൽ. പറഞ്ഞു ഇതിന്റെ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഇത് നിസാന്റെ ട്രക്ക് അല്ലേ? അതെ ഇത് നിസാൻ 1 ടൺ ആണ്. 1 ടൺ. ഇത് 1960s ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് റെയർ പീസ് അല്ലേ? റെയർ ആണ് വണ്ടി കുറവാണ്. ഇന്ത്യയിൽ തന്നെ ചുരുക്കം വണ്ടികളേ ഉള്ളൂ. ഇത് നമ്മൾ റീസെന്റ് നമ്മൾ തന്നെ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഇത് റീസ്റ്റോർ ചെയ്ത് നമ്മൾ അതെ നമ്മുടെ ഹൈലാൻഡർ ഗ്യാരേജിൽ തന്നെ റീസ്റ്റോർ ചെയ്ത. ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് വണ്ടികൾ പണിയുന്നുണ്ട്. അല്ല നന്നായിട്ട് എല്ലാവർക്കും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രസൻസാ. അതെ വണ്ടി നല്ല രസമാണ്, ഓടിക്കാനും ഒക്കെ നല്ലതാണ്. അടിപൊളിയാ. അതെ റേഞ്ചസ് നല്ല ഇതാണ്. ഇതിന്റെ സൈഡ് ഷേപ്പ് കാര്യം ഇതൊരു മിലിറ്ററി ട്രക്കിന്റെ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ട്രക്ക് തന്നെ. അതെ ആ ഒരു അതേ ഷേപ്പ് കാര്യം ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മളിത് ആ ഒരു ഷേപ്പിലെ നമ്മൾ പണിഞ്ഞെടുത്തേ. അതെ ഇത് സീറ്റ് കാര്യങ്ങളുണ്ടോ? സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. അതെ 9 സീറ്റർ പെർമിറ്റിലാണ് വണ്ടി. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അടിപൊളി. 9 സീറ്റ് പെർമിറ്റ് ഉള്ള വണ്ടി. അതെ 9 സീറ്റർ ആണ്. ഓണേഴ്സ് വണ്ടിയാണ് 9 സീറ്റർ. ഓക്കെ സൂപ്പർ അടിപൊളി. ഇതൊക്കെ റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അന്യായ ലുക്ക് കേട്ടോ. ഇത് ഓടി പോകുമ്പോ തന്നെ ഭയങ്കര കാരണം ഇത് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇത് റോഡിൽ കൂടെ പോകുമ്പോ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്തുവന്ന്. പക്ഷെ ഇത് കാണുമ്പോഴത്തേക്ക് അന്യായം തന്നെ. സൂപ്പർ സഫാരി നിസാൻ പെട്രോൾ. ചേട്ടാ എങ്ങനെയുണ്ട് സാർ? വണ്ടി അടിപൊളി വണ്ടി, ഓടിക്കാനും ഒക്കെ നല്ലതാണ്. 4 വീൽ ഡ്രൈവ് ആണ്, പെർഫെക്റ്റ് ആണ്. Y60 എന്നാണ് ഇതിന്റെ മോഡലിന്. അതെ ഇപ്പൊ റീസെന്റ് ഇത് ഞാനൊരു ഷൂട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, റൈഫിൾ ക്ലബ് എന്നുള്ള മൂവിയിലേക്ക്. ഓക്കെ. ഈ സാധനം എന്നോട് സനീഷേട്ടൻ പറഞ്ഞു, ഈ സാധനം സനീഷേട്ടനോട് പൊന്നും വില തരാമെന്ന് പലരും പറഞ്ഞിട്ട് സനീഷേട്ടൻ ഞാൻ കൊടുത്തിട്ടില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയത് അല്ലേ. ഇത് റെയർ പീസ് ആയിട്ടാ പാട്രോൾ എന്നൊക്കെ പറയുമ്പോഴാ എന്റെ ഒരു ഡ്രീം ആയിരുന്നു അല്ലേ. ഉള്ളവരൊന്നും കൊടുക്കത്തില്ല അല്ലേ. നമ്മൾ കുറെ തിരക്കിയിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല സാധനം. പക്ഷെ ഇത് എന്നാ ലുക്ക് നോക്കി, ഒരു വീട്ടുമുറ്റത്തിൽ ആന കിടക്കുന്നതിന്റെ എന്റെ മോനെ സീൻസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സാധനം. സനീഷേട്ടനോട് കൊടുക്കുമെന്ന് വെച്ചപ്പോ സനീഷേട്ടന്റെ മുഖം മാറി കേട്ടോ. സനീഷേട്ടൻ പിന്നെ അതുവരെ കണ്ട ഒരാളായിരുന്നില്ല. പിന്നെ സനീഷേട്ടനെ എപ്പോഴും വരാൻ എടുത്തോണ്ട് പോകും, അതൊന്നും വിഷയമില്ല. പക്ഷെ എന്നോട് ഇത് ചോദിക്കല്ലേ എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എന്ന് പറഞ്ഞൊരു വൈബാണ്. കാരണം എന്ന് പറഞ്ഞാല് ഈ പഴയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ചിലവർക്കൊന്നും ആ ഒരു ഇത് മനസ്സിലാവത്തില്ല. കാരണം അത് കൊണ്ട് നടക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇത് ഇന്നയുടെ വണ്ടിയാന്ന് പറയുമ്പോഴും എടാ ഇത് സനീഷിൻ്റെ വണ്ടിയാണ്, ഹൈലാൻഡർ ഗ്യാരേജിൽ സനീഷിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ. കാരണം ഇത് ഈ റെയർ കളക്ഷനൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറയാൻ തന്നെ അതൊരു ഫീലാണ്. കാരണം ഇപ്പോഴത്തെ പുതിയ വണ്ടികൾ പോലും കിട്ടാത്തൊരു ഫീലാണ് നമ്മളെ പഴയ വണ്ടികൾ നമ്മളിങ്ങനെ കൊണ്ട്. അപ്പം ആൾക്കാർക്ക് ആ ഒരു ഇത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ഈ റീസ്റ്റോർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് എന്തോരം ബുദ്ധിമുട്ട് കാര്യങ്ങൾ അല്ലേ നമുക്കേ അത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ പാർട്സ് കിട്ടാനുള്ള അവൈലബിലിറ്റി, ഇതൊക്കെ കിട്ടാതിരിക്കുമ്പം ഓരോരുത്തന്മാർ ബാർഗെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ കിട്ടാൻ നമ്മൾ ഒരു വില പറയും, അവന്മാർ അങ്ങേ അറ്റത്ത് അവന്മാർക്കറിയാം നമ്മളത് മേടിക്കുമെന്ന് ഇല്ലേ. നമ്മൾ ആവശ്യക്കാരാന്ന് അറിയാം, ആ വില കൊടുത്ത് പൊന്നും വില കൊടുത്ത് നമ്മൾ മേടിക്കുമെന്ന് അറിയാം. ഇതൊക്കെ ഒരു ഫീലാണ്. ചേട്ടാ ഇതിപ്പം സ്റ്റോക്ക് കണ്ടീഷൻ അല്ലേ? എന്റെ ബമ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ അലോയ്സും ഒക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ അലോയ് ടയർ എല്ലാം മാറിയിട്ടുണ്ട്. സെറ്റ്. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ എന്നാ നീറ്റാന്ന് നോക്കിയേ, അടിപൊളി, ഒരു രക്ഷയില്ല. പക്ക ഷേപ്പാണ് സാധനം ഇല്ല ചേട്ടാ? അതെ അടിപൊളി. ഈ ടയറൊക്കെ ഇത്ര ബൾക്കോടെ കയറിയപ്പോഴത്തേക്ക് ആ ഒരു ഭംഗി ഒന്നുകൂടെ അത് സൂപ്പർ ആയിട്ടുണ്ട്. ആ ടയറും അലയും കൂടെ കയറിയപ്പോഴത്തേക്ക് കൊള്ളാം, സൂപ്പർ. പക്ക ഷേപ്പ് ഉണ്ട് ചേട്ടാ. കളറും കൊള്ളാല്ലേ? ഷൂട്ടിങ്ങിന് ഇങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡാണ് കൂടുതലും പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കളറിൽ തന്നെ മെയിനായിട്ടും ഷൂട്ട് പിന്നെ വെഡിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട്. കാരണം ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ വണ്ടി ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടെന്ന് വിചാരിച്ച് സനീഷേട്ടൻ ചെയ്യുന്നതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം സനീഷേട്ടാ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ. ചേട്ടാ ഇത് FJ62. ഓക്കെ. അതെ
ഇത് ഇതിപ്പോ 2-3 വണ്ടി കേരളത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അതെ, എന്റെ അറിവിൽ 2-3 വണ്ടികൾ മാത്രമേ ഉള്ളൂ. വണ്ടി വളരെ റയർ ആണ്. വളരെ റയർ ആണ്. കേരളത്തിലെ 1-2 വണ്ടി അത്രയൊക്കെ ഉള്ളൂ. വൈറ്റ് വണ്ടി ഏകദേശം 2 നമ്മുടെ അറിവ് 2 ഉള്ളതാണ്. ഇനി അത് കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇത് ഏത് മോഡലായിരുന്നു? 1988 ഒക്കെ വരുന്നത്. 98. ഇത് ഏതെങ്കിലും ഷൂട്ടിങ്ങിന് കൊടുത്തിട്ടുണ്ടോ? ഇതിപ്പോ റൈഫിൾ ക്ലബിന്റെ അകത്ത് ഇതും ഉണ്ട് അല്ലേ? ഈ 2 വണ്ടിയുണ്ട്. അതെ അതെ അതെ. ഓക്കെ, പറഞ്ഞല്ലേ ഈ സാധനമൊക്കെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്. അതായത് ഇത് ഏത് വണ്ടിയാണ്, ടൊയോട്ട, പക്ഷെ പെട്ടെന്ന് കത്തത്തില്ല. അറിയാവുന്നവർക്ക് അറിയാം, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ബാക്കും ഒക്കെ അത്യാവശ്യം ലെങ്ത് ഉള്ള പോലത്തെ ഒരു ഇതാണ്, വേറൊരു ഷേപ്പാണ്. ഓ ഓ ഓ ഓ അടിപൊളി അടിപൊളി. ഇത് ഇങ്ങനെ ഈ മരമൊക്കെ നിൽക്കുന്നുണ്ടാണ് കേട്ടോ, നിങ്ങൾക്കത് അത്രയ്ക്ക് മനസ്സിലാവാത്ത. നൈസ്. പഞ്ചാബ് അല്ലേ ചേട്ടാ? അതെ അതെ അതെ. ഓക്കെ, ഇത് ഡിഫൻഡർ അല്ലേ? ഡിഫൻഡർ. ഇത് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്തയിൽ ഈ വണ്ടിയാണ് കേട്ടോ. ആ വണ്ടിയാണോ? ആ വണ്ടി സെയിം വണ്ടിയാണ്. അയ്യോ ശരിയാ, നീല. അതെ 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 അതെ. ഓ മൈ ഗോഡ്, എന്റെ മോൻ ആ വണ്ടി ആ വണ്ടിയാണിത്. സെറ്റ്, അടിപൊളി. ഇത് ഫുള്ളി റീസ്റ്റോർഡ് ആണ് വണ്ടി. ഇന്റീരിയർ ഒക്കെ കുറച്ചുകൂടി ഒന്ന് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആണ്. വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. പെർഫെക്റ്റ് ആണ്. ഇതൊക്കെ റോട്ടിൽ ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു ഫീൽ അല്ലേ ഇത്? അടിപൊളി ചേട്ടാ, അടിപൊളി. ഇത് ചേട്ടൻ എടുത്തു കഴിഞ്ഞ് വരവല്ലോ ചെയ്താൽ? ഇല്ല, ഞാൻ എടുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇനി കുറച്ച് വർക്കുകൾ കൂടി ചെയ്യാനുണ്ട്. ഇന്റീരിയർ ഒക്കെ വേറെ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓക്കെ, ഇത് കുറച്ചും സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഈ ഡീസൽ എഞ്ചിനായിട്ട് പോലും ഭയങ്കര സൈലന്റ് ആണ്. ഭയങ്കര സൈലന്റ്. എനിക്കൊന്ന് പക്ക ജെന്യൂൻ ആയിട്ട് നന്നായിട്ട് വെൽ മെയിൻറ്റൈൻഡ് വണ്ടി ആയിരുന്നു. ഞാൻ 2024 അങ്ങനെ എടുത്ത വണ്ടികളാണ് ഈ വണ്ടികളൊക്കെ. അടിപൊളിയായിട്ടാ, അടിപൊളി. ഇതൊക്കെ എന്ന് പറഞ്ഞാലൊരു എന്താ പറയുന്നത്, കാണുന്ന നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. ഇത്ര റെയർ പീസൊക്കെ ഒരാളുടെ കയ്യിൽ. ചേട്ടാ ഒരു സീൻ സാധനം, ഒരു രക്ഷയില്ല. പക്ക മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. കർണാടക രജിസ്ട്രേഷൻ അല്ലേ? കർണാടക. അത് ഈ നമ്പർ തന്നെയാണോ? അതെ, എൻ്റെ നമ്പർ ഏതാണെന്ന് ഞാൻ നമ്പർ. ഓക്കെ, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓഫ്, ഇത് അലൂമിനിയം ഫ്രെയിം അല്ലേ? അതെ അതെ അല്ലേ? അതുകൊണ്ട് അങ്ങനെ തുരുമ്പിക്കത്ത കാര്യങ്ങളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ബോഡി ലൈൻ ഒക്കെ അത്യാവശ്യം പെർഫെക്റ്റ് ബോഡി ലൈൻ ആണ്. ഓ ഓക്കെ ഓക്കെ, സെറ്റ്, അടിപൊളി. അപ്പൊ ഇവിടെ ഉള്ളതിൽ ഏറ്റവും പഴക്കമുള്ള വണ്ടി അല്ലേ? അതെ അതെ, ഫോർഡ് മോഡല്. ഓക്കെ ഓക്കെ, ഇത് 1927 ആണ് മോഡൽ. അപ്പൊ ഏകദേശം ഒരു 97 വർഷം പഴക്കമുണ്ട്. ഓ മോനെ, സീൻ. ഇത് കൂടുതൽ നമ്മൾ വെഡിങ്ങിനും ഷൂട്ടിങ്ങിനും ഓട്ടോഷോയ്ക്കൊക്കെ കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വെഡിങ്ങോ അല്ലെങ്കിൽ ഓട്ടോഷോ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും സനീഷനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. സനീഷേട്ടാ, ഇത് കീച്ച സാധനം ഇല്ലേ? അതെ അതെ അതെ, അടിപൊളി. ഇത് സനീഷേട്ടനാണോ റീസ്റ്റോർ ചെയ്തെടുത്തേ? ഇല്ല, എനിക്ക് ഈ ഒരു കണ്ടീഷനിൽ തന്നെ കിട്ടിയാണ്. ഞാൻ റീസ്റ്റോർ ചെയ്ത വണ്ടി എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി, സൂപ്പർ ചേട്ടാ, നൈസ്. അപ്പൊ ഇത് മോറിസ് അല്ലേ? ഇത് മോറിസിന്റെ വുഡി വാഗൺ എന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്തോ? ഇത് ബാക്ക് വ്യത്യാസമുണ്ട്. നമ്മുടെ നോർമൽ മോറിസിന്റെ ഫ്രണ്ട് ബാക്കിലേക്ക് വ്യത്യാസമുണ്ട്. ഇത് വുഡാണ്, ഈ വുഡാണ്. ഇത് നമ്മൾ പണിഞ്ഞെടുക്കുന്നതാണോ? ഇത് ഞാൻ ഫുള്ളി റീസ്റ്റോർ ചെയ്ത വണ്ടി മേടിക്കുകയാണ് ചെയ്തത്. ഇത് കപൂർ കാർസിലാണ് റീസ്റ്റോർ ചെയ്തത്. ഫേമസ്? അതെ അതെ അതെ, ഭയങ്കര ഫേമസ് ആണ്. ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ എടുത്താണ്. ഇത് 1950s ആ ടൈമിലൊക്കെ ഉള്ള വണ്ടിയാണ്. ഭയങ്കര റയർ ആണ് വണ്ടി. ഭയങ്കര റയർ പീസാ. അതെ അതെ, ഭയങ്കര റയർ. ഞാൻ ഇതിപ്പോ ആദ്യമായിട്ട് കാണും. അതെ അതെ, നോർമൽ മോറിസ് ഉണ്ട്, പക്ഷെ ഇത് വുഡി വാഗൺ. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു തേക്കാൻ തോന്നില്ല. അതെ 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 അല്ലേ? അതെ. നൈസ്, അടിപൊളി അടിപൊളി, പക്ക കളക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ സനീഷയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക കളക്ഷൻ. സനീഷേട്ട ഇതൊരു മ്യൂസിയം ആക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. വണ്ടികളെല്ലാം നിങ്ങൾക്ക് കാണാം. കാരണം ഇതൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സനീഷേട്ട ഈ റെയർ കളക്ഷൻ ഒക്കെ നിങ്ങൾ എവിടെ എങ്ങനെയാണ് കാണാൻ പറ്റുമോ? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും വരാം, ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും അവർ വന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതെ അതെ, തീർച്ചയായും നമ്മുടെ കളക്ഷൻ ഒരുപാട് സന്തോഷം. ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. നമ്മുടെ സനീഷന് ഇനിയും ഒരുപാട് കളക്ഷൻ അവിടെ ഉണ്ട്. പക്ഷെ അതെല്ലാം എന്താണെന്നറിയോ, പുള്ളിക്കൊന്നും സമയമില്ല. ഇങ്ങനെ ഈ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം അവിടെ കിടക്കുന്ന വണ്ടിയൊക്കെ പൊടി പിടിച്ചാണ് ഇപ്പോൾ കിടക്കുന്നത്. സനീഷേട്ടനോട് പറഞ്ഞാൽ ആ പൊടി പിടിച്ച് കിടക്കുന്നത് ഇപ്പോൾ ആരെയും കാണിക്കണ്ട, അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ അധികം സമയം എടുക്കത്തില്ല. പിന്നെയും കുറേ കളക്ഷൻ, ഏകദേശം ഒരു 10-30 വണ്ടികളോടെ ഉണ്ടല്ലേ? ഉണ്ട്. ഈ വേറെ കളക്ഷൻ അവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാണിക്കാം. സനീഷേട്ട ഒരുപാട് സന്തോഷം. ഇത്രയും റെയർ വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ ഓക്കെ, ബൈ.